വിവിധ ജോലികൾ വാഗ്ദാനം നൽകി തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന ദമ്പതികളെ തട്ടിപ്പിനിരയായവർ ചേർന്ന് പിടികൂടി ഇന്ത്യൻ എംബസിക്ക് കൈമാറി. ആലപ്പുഴ എടയനശ്ശേരി ഞാക്കമൽ സ്വദേശി ഓമനക്കുട്ടൻ, ഭാര്യ അഞ്ജു എന്നിവരെയാണ് ആളുകൾ പിടികൂടിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 2 കോടി രൂപയോളം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇവർ തട്ടിയെടുത്തുവെന്നാണ് സൂചന. വിദ്യാഭ്യാസം, ആരോഗ്യം മുതലായ മന്ത്രാലയങ്ങളിൽ വിവിധ തസ്തികകളിലുള്ള ജോലി വാഗ്ദാനം നൽകിയാണ് ഇയാൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങിയത്. അപേക്ഷയോടൊപ്പം 250 ദിനാർ മുതൽ 600 ദിനാർ വരെ അഡ്വാൻസ് വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശിയായ സന്തോഷുമായി ചേർന്നാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങിയത്. നഴ്സ്, ഡ്രൈവർ, സ്റ്റോർ കീപ്പർ, ടെക്നീഷ്യൻ മുതലായ വിവിധ തസ്തികകളിലേക്ക് മന്ത്രാലയത്തിൽ ഒഴിവുണ്ടെന്ന് ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പണം നൽകി 1 വർഷം കഴിഞ്ഞിട്ടും ജോലി ശരിയാകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച മുതൽ ഇയാൾ ഉദ്യോഗാർത്ഥികളുടെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് ഇന്ന് കാലത്ത് നാട്ടിലേക്ക് മുങ്ങാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഉദ്യോഗാർത്ഥികൾ മഹബൂലയിലെ ഇയാളുടെ ഫ്ളാറ്റിലെത്തി ദമ്പതികളെ തടഞ്ഞുവെച്ചത്. ഫ്ളാറ്റിന് സമീപമുള്ള മുറിയിൽ ആയിരക്കണക്കിന് അപേക്ഷാ ഫോമുകളാണ് കെട്ടിക്കിടന്നിരുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ആൾക്കാരിൽ നിന്ന് ഓരോ ആൾക്കാരിൽ നിന്ന് 550 ദിനാർ വീതം വാങ്ങിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ഇന്ന് നാളെ എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി ഏകദേശം 1 വർഷത്തോളമായിട്ട് ഇദ്ദേഹം യാതൊരുവിധമായ പേപ്പർ വർക്കോ ഇതിന്റെ പ്രവർത്തനങ്ങളോ നടത്തിയിട്ടില്ല. ആൾക്കാരെ കബളിപ്പിച്ചു. ഇന്ന് രാവിലെ പുള്ളിയുടെ ഫാദർ മത്സരം മുങ്ങാൻ പോയ സമയത്താണ് ഇത്രയും ആൾക്കാരെ ഒന്നിച്ചുകൂടി ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയും പിന്നീട് പണം നഷ്ടമായവർ ഇയാളെ ഇന്ത്യൻ എംബസിയിൽ ഹാജരാക്കി. ഇയാളുടെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ എംബസി ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്ത ശേഷം തുടർ നടപടികൾക്കായി കുവൈത്ത് അധികൃതർക്ക് കൈമാറുമെന്നാണ് സൂചന. ഇസ്മായിൽ പയ്യോളി, റിപ്പോർട്ടർ, കുവൈത്ത്.